ഹലോ, അറിയപ്പെടുമോ? അറിയാവോ? വാ വാ, പിന്നെ പറയാം ആരാന്ന് പറയാം. വന്ന് പറഞ്ഞാൽ മാത്രം, അല്ലെങ്കിൽ അടി കിട്ടും കേട്ടോ. അവരോട് പറഞ്ഞതാ. എന്നെ കണ്ടിട്ട് അറിഞ്ഞില്ല. അറിയത്തില്ല, അവരൊന്നും അറിയത്തില്ല. അവരൊക്കെ മറന്നുപോയി. അവർക്ക് വലിയ ആളുകളായിപ്പോയപ്പോഴത്തും മറന്നുപോയി അല്ലേ? സ്കൂളിലൊക്കെ വലിയ ടീച്ചറൊക്കെ ആയപ്പോഴത്തേനും മറന്നുപോയി. ആരാ? ഞാൻ എന്നാ കയറുക? ഞാൻ കൂട്ടില്ല. ഇനി അവൻ വരട്ടെ, അവൻ വന്നിട്ട് പറയാം. അവൻ വന്ന് എന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പറയാം. ടെററിസ്റ്റ് ഒന്നും അല്ല കേട്ടോ, അങ്ങനെയൊന്നും പേടിക്കണ്ട. കള്ളനൊന്നും അല്ല കേട്ടോ, കള്ളനൊന്നും അല്ലെന്ന് പറയുക. അല്ലല്ല, ഞങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ച് പഠിച്ചതാ. കഥകളിയൊക്കെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. വീടൊക്കെ ട്രിവാൻഡ്രത്തടുത്താ. പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരാളെ? അയ്യോ, അതെന്തുകൊണ്ട് പറഞ്ഞില്ല? ഇവിടെ വന്നിട്ട് ഞാൻ അതെ അല്ലല്ല, ആരുമില്ല. ഞാൻ 4 ബെല്ലടിച്ചിട്ട് ബാക്കിലെല്ലാം ഞാൻ വന്ന് നോക്കി. അപ്പോൾ ആരുമില്ല. അപ്പം ഞാൻ താമസമില്ലെന്ന്, അവിടെ എല്ലാം കരിയില കിടക്കുക. ആൾ താമസമില്ലെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഞാൻ ഈ വീട് കണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് അനിലിൻ്റെ വീടാണെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നേ. വീടിൻ്റെ ബാക്കിലെല്ലാം കരിയില്ല. അപ്പോൾ ടീച്ചറാണെന്ന് പറഞ്ഞിട്ട് അവിടെ പിള്ളേരെ പഠിപ്പിച്ചിട്ട്, പക്ഷേ ഇവിടെ വന്നിട്ട് വീട് വൃത്തിയാക്കുന്നില്ല. വീടിന്റെ ബാക്കിൽ ഒരു കരിയില പോലും ഇല്ല. ഏത് വീട്ടിലാ പോയി കയറിയേ? നമ്മുടെ മുമ്പിൽ ആ റോഡിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്ന ഗേറ്റില്ലേ, ആ വീട്ടിലാണ് കയറിയത്. ഞാൻ ആ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇരട്ട പിള്ളേരുമായിട്ട് കളിച്ചിട്ടുണ്ട്. ഇരട്ട കൊച്ചുങ്ങൾ അവരുമായിട്ട് ഞാൻ കളിച്ചിട്ടുണ്ടല്ലോ. അവളുമാരെൻ്റെ മുമ്പിൽ കിടന്ന് ഇങ്ങനെ കാണിച്ച് ഞാൻ എന്തുമാത്രം ചിരിച്ചിട്ടുണ്ട്. ബാബു എന്നാ പേര്? ആരേ ബാബുരേ? മുണ്ടക്കലെ 7ാമത്തെ സന്തതി. നമ്മുടെ അർച്ചന തിയേറ്ററൊക്കെ ഇരിക്കുന്നില്ലേ, അതായിരുന്നു കുടുംബം. അർച്ചന തിയേറ്റർ അമ്മയുടെ ചേട്ടത്തിയുടെയും ഇപ്പുറത്തെ വന്നത് അമ്മയുടെ ആയിരുന്നു. അത് മൂത്ത ചേച്ചിക്ക് കൊടുത്ത് ഓഹരി കൊടുത്ത് അവർ വിറ്റിട്ട് പോയതാ. അതെ രാഘവൻ പിള്ള അച്ഛൻ്റെ പേര്. രാഘവൻ പിള്ള രണ്ടുപേരും പോയല്ലോ. അമ്മ ഒന്ന് 2018 മരിച്ചു. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നല്ലോ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് ആട്ടോക്കാരൻ ചെറുക്കൻ്റെ മേലോട്ട് വീണ് മരിച്ചു. അതെ അത് കീഴോട്ടുള്ള മാടപ്പള്ളി കുറച്ച് എത്ര 22 സെന്റ്. അമ്മൂമ്മയൊക്കെ ഉണ്ടായിരുന്നല്ലോ അവിടെ. അമ്മൂമ്മ അവിടെ തന്നെയായിരുന്നു. അതെ പക്ഷേ ഈ വീട് എനിക്കറിയത്തില്ല. ഞാൻ വിചാരിച്ചത് അനിലിൻ്റെ അവരുടെ ഗോപൻ്റെ അനിലുണ്ടല്ലോ. അതെ ലക്ഷ്മിക്കുട്ടി അമ്മയുടെ. ഞാനിവിടെ സെൻറ്റ് ജോൺസ് കോളേജിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് NSSൽ പഠിച്ചു. അത് കഴിഞ്ഞ് മദ്രാസ് യൂണിവേഴ്സിറ്റി BEd ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ ഭൂട്ടാൻ ഗവൺമെൻറ്റിൽ ജോലി ചെയ്തു. മാലി ഗവൺമെൻറ്റിൽ ജോലി ചെയ്തു. ഞങ്ങൾ രണ്ടും കഥകളി പഠിക്കുന്നു. ഒരുമിച്ച് ഞങ്ങൾ ഒരേ അഞ്ചൽ ഈസ്റ്റിൽ ഞങ്ങൾ 10 വരെ ഒന്നിച്ചായിരുന്നു. ഇവൻ 10ൽ തോറ്റുപോയി, ഞാൻ ജയിച്ചുപോയി. വ്യത്യാസം. പക്ഷെ അവന് ജോലി കിട്ടി, എനിക്ക് ജോലി കിട്ടിയില്ല. ജോലി ഒന്ന് ഞാൻ വർക്കിംഗ് ആസ് എ പ്രിൻസിപ്പൾ ഇൻ ഇൻ്റർനാഷണൽ സ്കൂൾ നിയർ നേപ്പാൾ. അല്ല, just I came to this Bangalore because I got this type of lesion. ഇതുമാതിരിയുള്ള ലീഷൻ വന്ന് അൾട്രാവയലറ്റ് റേസ് ടെമ്പറേച്ചർ 52 degrees Celsius ആയിട്ട് ഫുൾ ഇതായി. അപ്പോൾ ഞാൻ ഫോർ ട്രീറ്റ്മെൻറ്റ് ഐ കെയിം ടു ബാംഗ്ലൂർ.
then I stayed there. എത്ര പിള്ളേരുണ്ട്? പിള്ളേർ ഒന്ന് രണ്ടുപേരും വലിയ നിലയിലായി. ഒരുത്തിന് വന്ന് അമേരിക്കൻ കമ്പനിയിൽ 2 lakhs per month കിട്ടുന്നുണ്ട് ചെന്നൈയിൽ. കാറ്റർപില്ലർ എന്ന് പറയും, നമ്മുടെ JCB ഒക്കെ മാനുഫാക്ചറിങ് കമ്പനിയില്ലേ അതിൽ. ഒരാൾ വന്ന് ബാംഗ്ലൂരിൽ വിപ്രോയിൽ 1.5 lakh per month. വെൽ സെറ്റിൽഡ്. ഇല്ല ഷീസ് ഹാവിങ് എ വെരി ബിഗർ ഹൗസ് നിയർ ദ വേളച്ചേരി മെയിൻ റോഡിൽ ഹൈവേയിൽ തന്നെ വലിയൊരു വീടും അത് വാടകയ്ക്ക് വിട്ടിരിക്കുക. അടി ഫ്ലോറ് 4-5 മുറി കടകളൊക്കെ ഉണ്ട്. നോ ചെന്നൈ. അറിയാം. ആ ഇവരുമായിട്ട് അങ്ങനെ ബന്ധം അമ്മ? അതെയോ? അതെ. ഓക്കെ. ഞങ്ങളിവിടെ വന്നിട്ട് ഞങ്ങൾ കഥകളിക്ക് വരുമ്പോൾ ഇവിടെ വന്നിട്ട് താഴെ ഒരു മഠം ഉണ്ടായിരുന്നല്ലോ. ആ മഠത്തിൽ ഞങ്ങളെ കൊണ്ടുപോയിട്ടിട്ട് ഇതെല്ലാം ചവിട്ടിച്ചിട്ട് കാലത്ത് നടുവിൽ കയറി ചവിട്ടി ഒഴിഞ്ഞിട്ട് ഒരു തോടുണ്ടായിരുന്നു. ആ തോട്ടിൽ കൊണ്ടുപോയിട്ട് കുളിപ്പിച്ചിട്ട് പിന്നെ പരിപ്പും ചോറും നെയ്യൊക്കെ തരുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ 84 പിള്ളേരുണ്ടായിരുന്നു. പക്ഷേ ഈ സാസന്മാരുണ്ടല്ലോ, ഒന്ന് കൊച്ചുനോപ്പിള്ള സാറിൻ്റെ മരുമോൻ രാമേന്ദ്രദാസൻ പാവ രതീശ് എടുത്തിട്ടങ്ങ് അടിക്കും, മുട്ടി കൊണ്ടങ്ങ് അടിക്കും. പേടിച്ച് പിള്ളേരെല്ലാം ഓടിപ്പോയി. പിന്നെ ഗോപനും അതുപോലെ തന്നെ ഗോപൻ്റെ കൂടെ അവർ വന്നിട്ട് അത്ര ഇതാക്കില്ല. അവന് ചെറിയ വേഷങ്ങൾ കൊടുത്തു. അവർ പാർട്ടി കാണിക്കുന്നത്, അതായത് പെന്നാട്ട് ഓമൻ ചേച്ചി പണക്കാരിയല്ലായിരുന്നോ, അവരുടെ മോനെ അങ്ങ് പൊക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫിറോസ് ഉണ്ടായിരുന്നു, ലത്തീഫ് സാറിൻ്റെ മോൻ, അവനെ അങ്ങ് പൊക്കും. ഞങ്ങൾക്കൊന്നും നല്ല വേഷം തരത്തില്ല. ഫിറോസ്. പിന്നെ ഉദയൻ ഉണ്ടല്ലോ രാമേന്ദ്ര സാറിൻ്റെ, അയാളല്ലേ അതെ കലാമണ്ഡലത്തിൽ വെച്ച്. അപ്പോൾ നല്ല അന്ന് പോയത് കാര്യമായി. ബിക്കോസ് ഞാൻ ഇപ്പോൾ സർവകലാശാലയായില്ലേ. അപ്പോൾ അത് നർത്തകി പെണ്ണിനെയല്ലേ കല്യാണം കഴിച്ച് അമേരിക്കയിലൊക്കെ പോയല്ലോ. എന്നെ പറഞ്ഞായിരുന്നു പാലറ ബാലകൃഷ്ണ സാറ് കൊണ്ടാക്കുമെന്ന്. അമ്മ സംബന്ധിച്ചില്ല. അമ്മ പറഞ്ഞ് വേണ്ട അവൻ പഠിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു ഡോക്ടർ ആകണമെന്നും പറഞ്ഞ് പഠിച്ചത്. പക്ഷേ എൻട്രൻസ് ഇത് കിട്ടിയില്ല. പിന്നെ ടീച്ചിങ് ലെവലിൽ അങ്ങ് പോയി.